ഗൈസ് വെൽക്കം ബാക്ക്. കുറേ ആയില്ലേ നമ്മളിങ്ങനെ കണ്ടിട്ട്. എനിക്ക് തോന്നുന്നു തായ്ലൻഡിൽ പോയി വന്നതിന് ശേഷം നമ്മൾ പിന്നെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല. ലോങ് വീഡിയോ എടുക്കാൻ നല്ല മടിയാണെന്നേ. ഇപ്പം എല്ലാ ഷോർട്സും റീൽസും ഒക്കെ ആയിട്ട് അങ്ങ് പോകുന്നതുകൊണ്ട് തന്നെ നല്ല മടിയാണ്. അപ്പം ഇന്ന് ഒരു പുതിയൊരു തുടക്കമാവട്ടെ. എപ്പോഴും അങ്ങനെയാണ് പറയുന്നത്, പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഒരു നല്ലൊരു എന്താ പറയുക, ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസമാണ്. അപ്പോൾ ഇന്ന് തന്നെ നമുക്ക് ലോങ് വീഡിയോസ് ഒക്കെ എടുത്തങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് എന്താണ് സ്പെഷ്യൽ എന്ന് വെച്ചാൽ, ഇന്ന് നമ്മുടെ ബെഹ്റിൻ മീഡിയ സിറ്റിയിൽ നിന്ന് എനിക്കൊരു ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരു ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിലേക്ക്. അപ്പോൾ അത് തന്നെ ഭയങ്കര സന്തോഷമാണ്. ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമുക്കിപ്പോൾ നല്ല റീച്ചായി വരുന്നുണ്ടല്ലോ. അപ്പോൾ കുഴപ്പമില്ലാതെ നമ്മുടെ ബെഹ്റിലെ ആൾക്കാരൊക്കെ അറിയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസരത്തിൽ ഈ ഒരു ഇൻ്റർവ്യൂവിനും കൂടി വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ വൈകുന്നേരം ഇന്ന് 18-ാം തീയതി വൈകുന്നേരം 8 മണിക്കാണ് ഇൻ്റർവ്യൂ. അപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. എന്തൊക്കെ ചെയ്യണമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇതൊരു ക്രിസ്മസ് തീം ഇതായതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് റെഡ് കളർ ഡ്രസ്സൊക്കെ വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പോയി വാങ്ങി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ഫുൾ വീഡിയോ അതൊക്കെ ആയിരിക്കും കേട്ടോ. എൻ്റെ ഒരു എന്താവുമെന്ന് എനിക്കറിയില്ല. നല്ല ടെൻഷനുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ വ്ലോഗ് ഈ മൊബൈലിൽ കൂടി ഇങ്ങനെ ചെയ്യുമെങ്കിലും കുറേ ക്യാമറയുടെ മുമ്പിൽ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ എന്താവോ, ഇനി വല്ല പൊട്ടത്തരം വല്ല വിളിച്ച് പറയുമോ എന്നറിയില്ല. പിന്നെ നമ്മുടെ നീതൂസ് ഡയറീസിലെ നീതുവും കൂടി ഉണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. എനിക്കറിയില്ല ഞാൻ എത്രത്തോളം ഭയങ്കര സന്തോഷമാണ്. ഇനിയിപ്പോൾ കുളമാകുമോന്നൊന്നും എനിക്കറിയില്ല. നല്ല ടെൻഷനുണ്ട് കേട്ടോ. ഇങ്ങനെ സമയം ഇറക്കാറാകുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ നെഞ്ചിങ്ങനെ പറഞ്ഞ ഇടിപ്പൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ഞാനൊന്ന് റെഡി ആവട്ടെ. ഇപ്പോൾ സമയം എന്താ പറയുക 5 മണിയൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാനൊന്ന് കുളിച്ച് ഫ്രഷായി നിന്നിട്ടുണ്ട്. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് ഞാനൊരു 7:30 ആകുമ്പോഴത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് കുറച്ച് നമ്മൾ താമസിക്കുന്നിടത്ത് കുറച്ച് അങ്ങോട്ട് നടന്ന് പോയാൽ മതി. അപ്പം ഞാൻ എല്ലാവർക്കും ഒന്ന് റെഡി ആയിട്ട് കാണാവേ. നമ്മൾ ഇൻ്റർവ്യൂവിന് പോകാനായിട്ട് റെഡി ആവാൻ പോവുകയാണ് കേട്ടോ. ഇന്ന് ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ റെഡ് കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ്. അപ്പോൾ ഞാൻ റെഡ് കളർ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ലുലുവിലൊക്കെ പോയി തേടി പിടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റെഡ് കളർ എങ്ങും ഇല്ലായിരുന്നു. കളർ സ്പ്ലാഷിലും മാക്സിലൊക്കെ പോയിട്ട് അവിടെ ഒന്നും എനിക്ക് കിട്ടിയില്ല. പിന്നെ അവസാനം ലുലുവിൽ പോയിട്ട് കുഴപ്പമില്ലാത്തൊരു ടോപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിട്ട് റെഡി ആയിട്ട് നമുക്ക് കാണാം. എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട് കേട്ടോ. എന്താവുമെന്നൊന്നും അറിയില്ല. ഫസ്റ്റ് ടൈമല്ലേ ഇങ്ങനെയൊക്കെ ഒരു അനുഭവം. അപ്പം ഞാൻ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കാണാം എങ്ങനെയുണ്ടെന്ന്. ഞാൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടെൻഷനുണ്ട് കേട്ടോ. എപ്പോഴും എന്താവുമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇവിടുത്തെ കുറച്ച് അടുത്താണ്. അപ്പം നടന്നു പോകാനുള്ള അപ്പം നല്ല തണുപ്പായിട്ട് ചേട്ടൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞ്. അപ്പം ഇനി അവിടെ ചെന്നിട്ട് എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല കേട്ടോ. എന്തെങ്കിലും കുറച്ച് എന്തെങ്കിലും ഷോർട്സുകളൊക്കെ ഞാൻ എടുക്കാം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടും സ്നേഹം കൊണ്ടും മാത്രമാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയത്. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക കൂടി വേണം കേട്ടോ. ഇനി എന്തെങ്കിലും അബദ്ധം വല്ലോ ഞാൻ ഇൻ്റർവ്യൂവിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ ക്ഷമിക്കുക. ആദ്യം ആയതുകൊണ്ടൊരു ടെൻഷനും ഒരു വെപ്രാളമൊക്കെ കാണും. അപ്പോൾ നിങ്ങളത് ഒന്ന് ക്ഷമിച്ചേക്ക് കേട്ടോ. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് കാണാവേ. അപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നു കേട്ടോ. ഇൻ്റർവ്യൂ നടത്തിയിരുന്നത് രാജേഷ് ചേട്ടനായിരുന്നു. ഈ ചേട്ടനായിരുന്നു കേട്ടോ. നല്ല ഫ്രണ്ട്ലി ആയിരുന്നു ഇൻ്റർവ്യൂ നടത്തുന്ന ചേട്ടനായാലും. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുള്ള നീതുവും ക്യാമറാമാൻ ചേട്ടനും എല്ലാവരും നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ അവസാനം കേക്കൊക്കെ കട്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ അപ്ലോഡിങ് വരുന്നത് സാറ്റർഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാനതും ഷെയർ ചെയ്യാവേ. നിങ്ങളുടെ എല്ലാവരെയും സ്നേഹവും സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ അപ്ലോഡിങ് ടൈം സാറ്റർഡേ ആണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അപ്ലോഡ് ആക്കിയിട്ട് ഞാൻ ലിങ്ക് ഷെയർ ചെയ്യവേ. എല്ലാവരും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് നമ്മുടെ ക്യാമറാമാൻ ചേട്ടനാണ് കേട്ടോ. പ്രതീക്ഷനാണ് ചേട്ടൻ്റെ പേര്. നാളെ എവിടെയാണ് ചേട്ടാ? കോഴിക്കോടാണല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോ അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്തിട്ടില്ലേ? അതെ, ഇടയ്ക്കൊരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും കാണണം അല്ലേ. എന്നാൽ ഇതിൻ്റെ അപ്ലോഡിങ് ഉടനെ തന്നെ പറയുന്നതായിരിക്കും അല്ലേ. ക്രിസ്മസ് ഒരുപാട് കാര്യങ്ങൾ നല്ല ക്രിസ്മസ് ആശംസകൾ കേട്ടോ എല്ലാവർക്കും. അയ്യോ ചേട്ടൻ ഒരു മിമിക്രി ചെയ്യും. ആ അതാണ് ഒരു മിമിക്രി ചെയ്യും. ആള് മിമിക്രി ഒക്കെ ചെയ്യുന്ന ഓക്കെ. ഒരു കായ് തരാമോ?
എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണിത്. എല്ലാവർക്കും എൻ്റെ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. അടിപൊളി 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 അടിപൊളിയായിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ നമസ്കാരമുണ്ട്. ബഹ്റൻ മീഡിയ സിറ്റിയുടെ ബിഗ് ലവ് എന്ന് പറയുന്ന പരിപാടിയിൽ ഇന്ന് നമുക്ക് ഗസ്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത് റീതു ടീച്ചറും അതുപോലെ തന്നെ അമൃതയാണ്. അത് വേറെ അറിയപ്പെടുന്ന 2 വ്ളോഗേഴ്സാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. നിങ്ങൾക്ക് എൻ്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ നേരുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു ചേട്ടാ. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.